ലോകത്തിലെ വലിയ ടെക് കമ്പനികൾ കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ക്യാമറ ലെൻസ് സെൻസറിനേക്കാൾ പകരം വെക്കാൻ കഴിയാത്തൊരു വലിയ അത്ഭുതം നിങ്ങളുടെ കണ്ണിലുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ തലതിരിഞ്ഞാണ് കാണുന്നത്. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അതിലുള്ള പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിലൂടെ കടന്നു പോകുമ്പോൾ അവ പരസ്പരം ക്രോസ് ചെയ്യുന്നു. ഇതിനാലാണ് കണ്ണിന്റെ പിന്നിലെ റെറ്റിനയിൽ ചിത്രം തലകീഴായി പതിക്കുന്നത്. എന്തിനാണ് ഈ ലെൻസ്? ഈ ലെൻസ് ഇല്ലെങ്കിൽ പ്രകാശരശ്മികൾ ചിതറിപ്പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വസ്തുക്കളുടെ രൂപം കാണാൻ കഴിയില്ല. പകരം വർണ്ണങ്ങൾ കലർന്ന ഒരു മങ്ങിയ കാഴ്ച മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ലെൻസ് ഈ രശ്മികളെ കൃത്യമായ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ്. ഈ കൃത്യതയില്ലായിരുന്നെങ്കിൽ ലോകം നമുക്ക് മങ്ങിയ വെളിച്ചത്തിന്റെ ഒരു കാഴ്ച മാത്രമാകുമായിരുന്നു. പക്ഷേ വിസ്മയം അവിടെയും തീരുന്നില്ല. റെറ്റിനയിൽ പതിഞ്ഞ തലതിരിഞ്ഞ ചിത്രത്തെ കോടിക്കണക്കിന് പ്രകാശഗ്രാഹികൾ നിമിഷ നേരം കൊണ്ട് ഇലക്ട്രിക് സിഗ്നൽസുകളാക്കി മാറ്റുന്നു. ഈ സിഗ്നലുകൾ ഒപ്റ്റിക് നെർവ് വഴി തലച്ചോറിലെത്തുന്നു. നിങ്ങൾ കണ്ണു ചിമ്മുന്നതിനേക്കാൾ വേഗത്തിൽ ഈ സിഗ്നലുകളെ തലച്ചോർ വിശകലനം ചെയ്ത് ഈ ചിത്രത്തെ തലച്ചോർ നേരെയാക്കി അയക്കുന്നു. ഈ സങ്കീർണമായ പ്രക്രിയ കാരണമാണ് യാതൊരു ലാഗും ഇല്ലാതെ ഒരു സമയവും എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കാഴ്ച സാധ്യമാകുന്നത്. നമുക്കറിയാം, നമ്മളൊരു ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് കിട്ടില്ല, കുറച്ച് സമയം എടുക്കും. അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷേ അതിനേക്കാൾ സങ്കീർണമായ ഈ പ്രക്രിയ നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്തത് ആരാണ്? പ്രത്യേകിച്ച് ഒപ്റ്റിക് നെർവിൽ 12 ലക്ഷം നാഡീനരമ്പുകളുണ്ട്. ഇതിന്റെ നാഡീനരമ്പുകളുടെ ബന്ധം മനുഷ്യന് ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.